ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി. മക്കള് കഴിഞ്ഞ ക്ലാസ്സിലെ സംഭവമൊക്കെ പഠിച്ചല്ലേ? ഒക്കെ പഠിച്ചു കഴിഞ്ഞ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞില്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ച പാഠം ജിസ് ഗലി മേം രഹ്താഹും. മിർസ ഗാലിബ് എഴുതിയ ഡയറിയാണ്. അദ്ദേഹം നേരിട്ട ക്രൂരമായ നടപടിക്രമങ്ങൾ ബ്രിട്ടീഷുകാരിൽ അല്ലേ? തുടക്കം മാത്രമാണ് കണ്ടത്. ഇത് നോക്കൂ, പേജ് നമ്പർ 31, 31ാമത്തെ പേജിൽ 31 पैराग्राफ നോക്കൂ. एक दिन बरसात हुई, खूब पानी बरसा, हमने एक चादर बांध ली और एक मटका उसके नीचे रख दिया. वह पानी ही उस वक्त हमारे लिए सबसे बड़ी दौलत थी. एक दिन ഒരു ദിവസം ബർസാത്ത് ഹുയി മഴ പെയ്തു. ബർസാത്ത് ഒരു ദിവസം മഴ പെയ്തു. ഖൂബ് പാനി ബർസ നല്ല പോലെ മഴ പെയ്തു. നല്ല പോലെ മഴ പെയ്തു. ഖൂബ് നല്ലവണ്ണം എന്ന് തന്നെയാണ്. പാനി ഇവിടെ ഉദ്ദേശിച്ച വെള്ളം അഥവാ മഴയാണ്. നല്ല പോലെ മഴ പെയ്തു. हमने एक चादर बांध ली और एक मटका उसके नीचे रख दिया. हमने ഞങ്ങൾ एक चादर ഒരു പുതപ്പ് ബാന്ധിലി കെട്ടിയിട്ട് एक मटका ഒരു പാത്രം उसके नीचे रख दिया അതിന്റെ താഴെ വെച്ചു. ഞങ്ങൾ എന്ത് ചെയ്തു? ഇപ്പോ വീടിന്റെ താഴേക്ക് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് മഴ പെയ്യുമ്പോഴേ ഒന്നായിട്ട് ഇങ്ങോട്ട് അഴുക്കള കൂടെ വെള്ളത്തിന്റെ കൂടെ അഴുക്കുണ്ടാവുമല്ലോ. അപ്പൊ അഴുക്ക് തടയാൻ വേണ്ടി പുതപ്പ് കെട്ടിയിട്ട് അതിന് താഴെ പാത്രം രഖ് ദിയ വെച്ചു. വഹ് പാനി ഹി ഉസ് വക്ത് ആ വെള്ളം ഉസ് വക്ത് ആ സമയത്ത് ഹമാരെ ലിയെ ഞങ്ങൾക്ക് സബ്സെ ബഡി ദൗലത്ത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സ്വത്തായിരുന്നു, സമ്പത്തായിരുന്നു. തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് കിട്ടിയ ആ വെള്ളം ഞങ്ങൾക്ക് ആ സമയത്ത് വലിയൊരു സ്വത്ത് അഥവാ സമ്പത്ത് ആയിരുന്നു. ഓക്കെ, എങ്ങനെ മക്കളെ പറഞ്ഞത്? ഏക് ദിൻ ബർസാത്ത് ഹുയി ഒരു ദിവസം മഴ പെയ്തു. ഖൂബ് പാനി ബർസ നല്ല മഴ ലഭിച്ചു. ഹംനെ ഏക് ചാദർ ഞങ്ങൾ ഒരു പുതപ്പ് ബാന്ധിലി കെട്ടുകയും ഒരു പുതപ്പ് കെട്ടി അവർ ഏക് മടുക്ക ഉസ്കെ നീച്ചെ രഖ് ലിയ ഒരു മടുക്ക മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? മടുക്ക എന്ന പാത്രം, ഒരു പാത്രം അതിൻ്റെ താഴെ വെച്ചു. വഗ് പാനി ഉസിഹി വക്ത് ആ വെള്ളം ആ സമയത്ത് ഞങ്ങൾക്ക് വളരെയധികം ഒരു സമ്പത്ത് ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. അസലി മുസീബത്ത് 5 അക്ടോബർ 1857 സപ്പൻ എന്നാ പറയാം. 1857 को आई जब कुछ अंग्रेज़ी मेरे घर में घुस आए. उन्होंने मेरे साथ मेरे दोनों बच्चों और नौकरों के साथ ही कुछ पड़ोसियों को भी गिरफ्तार कर दिया. वहाँ से कुछ दूरी पर कर्नल ब्राउन नाम का एक अंग्रेज़ अफसर था. गिरफ्तार किए गए लोग एक एक कर उसके सामने पेश किए जा रहे थे. ब्राउन का चेहरा सुर्ख था, आंखों भी लाल लाल थी. उसकी ऊंचाई 6 फुट से भी ज़्यादा थी. उसने मुझसे पूछा, आप क्या करते हैं? मैंने कहा, उर्दू में कविता लिखता हूँ. तो तुम पोएट हो? उसने कहा. मैंने सिर हिलाकर हामी भरी. ഹാം. നോക്കൂ, അസലി മുസീബത്ത് ശരിയായ അപകടം. 5 അക്ടോബർ ഒക്ടോബർ 5 1857 പറയൽ ഹിന്ദിയിൽ 1857 എന്നാണ്. ക്വാഹുയി ഉണ്ടായത്. അപ്പോൾ യഥാർത്ഥ അപകടമുണ്ടായത് ഒക്ടോബർ 5 1857 എപ്പോൾ? ജബ് കുച്ച് അംഗ്രേസ് ഏതാനും ഇംഗ്ലീഷുകാർ മേരെ ഘർമേം ഗുസ്രായം എൻ്റെ വീട്ടിൽ പ്രവേശിച്ചപ്പോഴാണ്. 1857 ഏതാനും ഇംഗ്ലീഷുകാർ എൻ്റെ വീട്ടിൽ പ്രവേശിച്ചപ്പോഴാണ് യഥാർത്ഥ
അപകടം ഉണ്ടായത്. ഉനോനെ മേരെ സാത്ത് മേരെ ദോനോ ബച്ചോ ഔർ നൗക്കരോം കെ സാത്ത് ഹി. അവർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാർ, മേരെ സാത്ത് എന്നോടൊപ്പം, അവരെന്നോടൊപ്പം, മേരെ ദോനോം ബച്ചോം എൻ്റെ 2 കുട്ടികളെയും, ഔർ നൗക്കരോം കെ സാത്ത് വേലക്കാരോടൊപ്പം, കുച്ച് പടോസിയോം കോ അയൽവാസികളെയും, ഏതാനും അയൽവാസികളെയും, ഗിരഫ്താർ കർലിയ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അവരെ ഇംഗ്ലീഷുകാർ മേരെ സാത്ത് എന്നോടൊപ്പം, മേരെ ദോനോം ബച്ചോം എൻ്റെ 2 കുട്ടികളെയും, ഔർ നൗക്കരോം കെ സാത്ത് വേലക്കാരോടുമൊപ്പം, കുച്ച് പടോസിയോം ഏതാനും അയൽവാസികളെയും, ഗിരഫ്താർ കർദിയ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. വഹാം സെ കുച്ച് ദൂരി പർ കേണൽ ബ്രൗൺ നാം കാ ഏക് അംഗ്രേസ് അഫ്സർ ദ. വഹാം സെ അവിടെ നിന്ന്, കുച്ച് ദൂരി പർ അല്പദൂരത്ത്, അവിടെ നിന്നും അല്പദൂരത്തായി, കേണൽ ബ്രൗൺ നാം, അത് കേണൽ വായിക്കട്ടോ, കേണൽ ബ്രൗൺ എന്നു പേരുള്ള ഏക് അംഗ്രേസ് അഫ്സർ ദ ഒരു ബ്രിട്ടീഷ് ഓഫീസർ ഉണ്ടായിരുന്നു. എന്താ പേര്? കേണൽ ബ്രൗൺ. അപ്പം എങ്ങനെയാണ് മക്കളെ പറഞ്ഞ്? അവിടെ നിന്നും കുറച്ച് ദൂരെയായിട്ട് കേണൽ ബ്രൗൺ എന്നു പേരുള്ള ഒരു ബ്രിട്ടീഷുകാരനായ ഓഫീസർ ഉണ്ടായിരുന്നു. गिरफ्तार किए गए लोग एक एक कर उसके सामने पेश किए जा रहे थे. गिरफ्तार किए गए लोग അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ ഏക്ക് ഏക്ക് കർ ഒന്നൊന്നായിട്ട്, ഉസ്കെ സാമ്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, പേഷ് കിയെ ജാരഹെ ഹാജരാക്കാൻ വേണ്ടി, ജാരഹേതെ കൊണ്ടുപോയി. ഈ അറസ്റ്റിലാക്കപ്പെട്ട ആളുകളൊക്കെ ഒന്നൊന്നായിട്ട് ആരെ മുമ്പിൽ ഹാജരാക്കി? किसके सामने पेश किए गए? കേണൽ ബ്രൗൺ കെ സാമനെ, കേണൽ ബ്രൗണിൻ്റെ മുമ്പിൽ ഹാജരാക്കി. ബ്രൗൺ കാ ചേഹര സുർഖ് എന്നാണ്. നമ്മുടെ കേണലിൻ്റെ ബ്രൗണിൻ്റെ മുഖം, ചേഹര മീൻസ് മുഖം, സുർഖ് നല്ല ചുവന്ന് കൊടുത്ത, കാരണം ബ്രിട്ടീഷുകാർ നല്ല കറമ്പന്മാരെന്നല്ലോ, നല്ല വിളമ്പന്മാരല്ലേ. അപ്പോൾ സുർഖിത ആകെ നല്ല ചുവന്നത്. ആംഖോമേം ലാൽ ലാൽ ധി, കണ്ണുകളിൽ ചുവപ്പ്, ലാൽ കടും ചുവപ്പ്, ദേഷ്യം കൊണ്ടൊക്കെ ചുവപ്പാണ്. ഉസ്കി ഊഞ്ചായി ചഹ് ഫൂട്ട് സേ ബി ജ്യാദാദ. ഉസ്കി ഊഞ്ചായി അദ്ദേഹത്തിൻ്റെ ഉയരം, ചഹ് ഫൂട്ട് സേബ്, ഫൂട്ട് സേബ്, എന്ന് പറഞ്ഞാൽ അത് 6 ഫൂട്ട് എന്ന് പറഞ്ഞാൽ, ഫൂട്ട് ഇംഗ്ലീഷ് വാക്കാ ഫൂട്ട്, അടി, 6 അടിയേക്കാൾ ജ്യാദാദി കൂടുതലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉയരം 6 അടിയേക്കാൾ കൂടുതലായിരുന്നു. ഓക്കെ. ഉസ്നെ മുജ്സെ പൂച്ച, അദ്ദേഹം എന്നോട് ചോദിച്ചു, ആപ് ക്യാ കർത്തേ ഹെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ജോലി എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഇപ്പം എങ്ങനെയാണ് മക്കളെ പാരഗ്രാഫ് പറയാം? ശരിയായ അപകടം ഉണ്ടായത് ഒക്ടോബർ 5, 1857 ഏതാനും ബ്രിട്ടീഷുകാർ ഞങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോഴാണ്. അവർ എന്നോടൊപ്പം എൻ്റെ 2 മക്കളെയും വേലക്കാരോടും കൂടെ ഏതാനും അയൽവാസികളെയും കൂടെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി. എന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് കേണൽ ബ്രൗൺ എന്നു പേരുള്ള ഒരു ഇംഗ്ലീഷുകാരൻ ഓഫീസറുണ്ട്. അദ്ദേഹത്തിന് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഞങ്ങളെല്ലാവരും ഈ കേണൽ ബ്രൗണിന് മുമ്പാകെ ഹാജരാക്കി. അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 6 അടിയേക്കാൾ ഹൈറ്റ് ഉണ്ട്, കണ്ണിലൊക്കെ ചുവപ്പാണ്, ഒക്കെ ഭയങ്കര സംഭവമാണ്. അങ്ങനെ ഹാജരാക്കപ്പെട്ട ആളുകൾ എന്നോട്, അറസ്റ്റ് ചെയ്ത് ഹാജരാക്കി എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ആപ് ക്യാ കർത്തേ ഹെ, എന്താ മീനിങ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു? മേംനെ കഹ ഉറുദു മേം കവിത ലിഖ്താഹും, ഞാൻ പറഞ്ഞു ഉറുദുവിൽ കവിത എഴുതാന്ന് പറഞ്ഞു. ഉറുദുവിൽ കവിത എഴുതുന്നു. തോ തും പോയറ്റ് ഹോ, ഉസ്നെ കഹ, ഓ അപ്പോൾ നിങ്ങൾ കവിയാണോ? തോ തും പോയറ്റ് ഹോ, അപ്പോൾ നിങ്ങൾ കവിയാണോ? മേനെ സിർ ഹിലാക്കർ ഹാമി ഭാരി, ഞാൻ തലയാട്ടിക്കൊണ്ട് സമ്മതിച്ചു. ഹാം, അതെ എന്ന് പറഞ്ഞു, തലയാട്ടിക്കൊണ്ട് അതെ എന്ന് പറഞ്ഞു. മേരെ ജവാബ് സെ ബ്രൗൺ കോ ഖുശി ഹുയി, ഉസ്നെ അപ്പനെ സിപ്പാഹിയോം കോ ഹുക്കും ദിയ, ഇൻകോ ഇസ്സത്ത് കെ സാത്ത് ഘർ വാപ്പസ് ചോട് ദിയ. മേരെ ജവാബ് സെ, എൻ്റെ ഉത്തരം കൊണ്ട്,
ബ്രൗൺ കോ ഖുഷി ഹുയി, ബ്രൗണിന് സന്തോഷമായി. ഒരു പോയറ്റാണ് എന്ന് കേട്ടപ്പോൾ, ഒരു കവിയാണെന്ന് കേട്ടപ്പോൾ നമ്മുടെ ഇയാൾക്ക് ആകപ്പാടാർക്ക് നമ്മുടെ ബ്രൗണിന് ആകപ്പാട് സന്തോഷമായി. അദ്ദേഹം അപ്പിനെ സിപ്പായി തൻ്റെ ഭടന്മാരോട് കൂടെയുള്ള സോൾജിയേഴ്സിനോട് ഹുക്കും ദിയ ആജ്ഞാപിച്ചു. എന്തു പറഞ്ഞു? ഇൻകോ ഇസ്സത്ത് കെ സാത്ത്, ഇവരെ ആദരവോടെ വാപ്പസ് ചോട് ജാവോ, തിരികെ അയക്കൂ. ഇവരെ ആദരവോടെ വാപ്പസ് ചോട് ജാവോ, തിരികെ കൊണ്ടാക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കവി എന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെ ഓഫീസറുടെ അഫ്സറിൻ്റെ പേരെന്താണ്? കേണൽ ബ്രൗൺ അല്ലേ. അപ്പോൾ കേണൽ ബ്രൗൺ നമ്മുടെ എന്ത് ചോദിച്ചു? ആദ്യം ചോദിച്ചു ആപ് ക്യാ കർത്തേ ഹേ എന്ന് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു ഉറുദുമേ കവിത ലിഖ്താ ഹേ. എന്ത് പറഞ്ഞു ഞാൻ? അന്ന് പറഞ്ഞ മിർസ ഗാലിബ് എന്ത് പറഞ്ഞു? ഉറുദുവിൽ കവിത എഴുതുന്നു. അപ്പോൾ തലയാട്ടിക്കൊണ്ട് ചോദിച്ചു അതാണോ എന്ന് ചോദിച്ചു. അതേ പറഞ്ഞു. അപ്പോൾ മേരെ ജവാബ് സേ ബ്രൗൺ കോ ഖുഷി ഹുയി, എൻ്റെ ഉത്തരം കൊണ്ട് ബ്രൗണിനാകെ സന്തോഷമായി. തലയാട്ടിക്കൊണ്ട് പറഞ്ഞു ഇവരെ ഭടന്മാരോട് കൽപ്പിച്ചു, ഭടന്മാരോട് ആജ്ഞാപിച്ചു. എന്ത് പറഞ്ഞു? ഇവർ ആദരവോട് കൂടിയിട്ട് പെട്ടെന്ന് അവരെ തിരികെ അയക്കും. കവികളെയൊക്കെ ഒരുപാട് ആദരിക്കുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ ബ്രൗൺ അല്ലേ. നോക്കൂ, मेम ने कर्नल ब्राउन से निवेदन किया कि मेरे साथ गिरफ्तार किए गए पड़ोस बेहद सीधे साध लोग थे, उन्हें ही रिहा कर दिया जाएगा. ഞാൻ കേണൽ ബ്രൗണിനോട് പടോസി മേമിനെ ഞാൻ കേണൽ ബ്രൗൺ സെ നിവേദൻ കിയ, ഞാൻ കേണൽ ബ്രൗണിനോട് നിവേദൻ കിയ അപേക്ഷിച്ചു. എന്തെന്നാൽ മേരെ സാത്ത് ഗിരഫ്താർ കിയേ ഗയെ, എന്നോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട പടോസി അയൽവാസികളും ബേഹദ് സീധേ സാദേ ലോക്, അവരും ബേഹദ് വളരെയധികം സീധേ സാദേ നിഷ്കളങ്കരായ ലോക് ആളുകളാണ്. ഞാൻ കേണൽ ബ്രൗണിനോട് അപേക്ഷിച്ചു, സാറേ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട അയൽവാസികളെല്ലാവരും സീധേ സാധേലോ നിഷ്കളങ്കരായ ആളുകളാണ്. ഉനേംബി റിഹാ കർദിയ ജായ, അവരെയും റിഹാ കർദിയ ജായ, അവരെയും മോചിപ്പിക്കണം. റിഹാ കർദിയ ജായ മോചിപ്പിക്കുക, അവരെയും മോചിപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ മേംനെ കേണൽ ബ്രൗൺ സെ നിവേദൻ കിയാ कि मेरे साथ गिरफ्तार किए गए पड़ोस बेहद सीधे सादे लोग हैं, उन्हें भी रिहा कर दिया जाए. ഞാൻ കേണൽ ബ്രൗണിനോട് പറഞ്ഞു, സാറെന്ന് പറഞ്ഞില്ലെങ്കിലും പറയണം, എന്നോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട അയൽവാസികളൊക്കെ വളരെ നിഷ്കളങ്കരായ ആൾക്കാരാണ്, അവരെയും മോചിപ്പിക്കണം. യേ ലോഗ് ബി കവിത കർത്തേ ഹേ മേനെ കഹാ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഇവരും യേ ലോഗ് ബി കവിത കർത്തേ, ഇവരും കവിത എഴുതുന്നു, ചെയ്യുന്നു എന്നർത്ഥമല്ല, ഇവരും കവിത എഴുതുന്നുണ്ട്. കവിത എഴുതുന്നതുകൊണ്ട് കവിത എഴുതുന്ന കവി ആയതുകൊണ്ടാണല്ലോ നമ്മുടെ ലേഖകനെ അഥവാ മിർസ ഗാലിബ് ബ്രിട്ടീഷുകാർ വെറുതെ വിട്ടത്. അപ്പോൾ ഞാനിവിടെ കള്ളം പറയുകയാണ്. നമ്മുടെ ലേഖകനോടെ കള്ളം എന്താ പറയുന്നു? യേ ലോഗ് ബി കവിത കർത്തേ ഹേ മേംനെ കഹ, ഇവരും കവിത എഴുതുന്നുണ്ട് ഞാൻ പറഞ്ഞു. കേണലിനെ ഉൻകോ ബി ഘർ ജാനെ കി ഇജാസത്ത് ദേ ദി. इस तरह कविता के कारण उस रोज़ करीब 50 आदमियों की जानें बच गई. കേണൽ ഉൻകോബി അവരെയും ഘർ ജാനേസ് അവരെയും വീട്ടിലേക്ക് പോവാൻ ഇജാസത്ത് ദേദി അനുവാദം നൽകി. കേണൽ അവരെയും വീട്ടിലേക്ക് പോകാൻ അനുവാദം നൽകി. ഇസ് തരഹ് कविता के कारण उस रोज़ गरीब 50 ആത്മിയോം की जानें बच गई. ഇപ്രകാരം കവിതയുടെ കാരണത്താൽ, കവിത എഴുതിയതിൻ്റെ കാരണത്താൽ ഉസ് റോസ് അന്നേ ദിവസം, ആ ദിവസം റോസ് ആ ദിവസം കരീബ് ഏകദേശം 50 ആത്മിയോം की जान बच गई, 50 ആളുകളുടെ ജീവൻ രക്ഷപ്പെട്ടു. 50 ആത്മീയവും ആളുകൾ ജാനേം ബച്ചുകെ ജീവൻ രക്ഷപ്പെട്ടു. ഇപ്പം എങ്ങനെയാ മക്കളെ പറയാം? കേണലിനെ ഉൻകോ ഭി ഘർ ജാനിക്ക് ഇജാസത്ത് ദേദി, കേണൽ അവരെയും വീട്ടിലേക്ക് അയക്കാൻ അനുവാദം നൽകി.
इस तरह इप्रകാരം कविता के कारण उस रोज करीब 50 ആത്മീയോं की जानें बच गई. കവിത കാരണം കൊണ്ട് അന്നേ ദിവസം ഏകദേശം 50 ആളുകളുടെ ജീവൻ രക്ഷപ്പെട്ടു. ഓക്കെ, ശരിക്കും വായിക്കട്ടോ. എടുത്ത ഭാഗം ശരിക്കും വായിക്കുക. അടുത്ത ക്ലാസ്സിൽ ട്ടോ ഇനി ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ.